കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സൂം പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കിപ്രകാരം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ അറ്റൻഡ് ചെയ്യുവാൻ സ്വർഗത്തിലെയും ഒരുക്കിയ നല്ല സന്ദർഭത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യെഹെസ്കേലിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ഗോഗിനോട് അനുബന്ധിച്ച് പറയുന്ന ഒരു പ്രവചന അധ്യായമാണ് 38-ഉം 39-ഉം അധ്യായം. നാം ഇതുവരെ പഠിച്ചതനുസരിച്ച് ഗോഗ് എന്ന് പറയുന്ന ഒരു പ്രഭുവായിട്ടും അദ്ദേഹത്തോട് ചേർന്ന് മറ്റ് 7 രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു സഖ്യകക്ഷിയായിട്ടാണ് കാണിക്കുന്നത്. ഈ ഗോഗ് ആരാണ് എന്ന് നമുക്കൊരിക്കലും പറയുവാൻ കഴിയാത്ത നിലയിൽ ഉള്ളതായ നേരിട്ടതായ യാതൊരു തെളിവുകളും വേദപുസ്തകത്തിനകത്തില്ല. അതുകൊണ്ട് ഗോഗ് ആരാണെന്നൊക്കെ പറയുവാൻ സാധ്യമല്ല. എന്നാൽ വേദപുസ്തകം പറയുന്നത് വടക്കു നിന്ന് എന്ന് പറയുമ്പോൾ വടക്കുള്ള ഏതോ ഒരു രാജ്യമായിരിക്കാം എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. കാരണം ഇതുവരെയുള്ള കാലങ്ങൾ അനുസരിച്ച് സംഭവിക്കുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ പലതും വ്യാഖ്യാനിക്കാറുണ്ട്. പിന്നീട് വരുന്തോറും ആ വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു തെറ്റായ ഒരു പഠിപ്പിക്കലിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും വേദപുസ്തകത്തിൽ ഇസ്രായേലിൻ്റെ ശത്രുക്കളായി പറഞ്ഞിരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല, അതിൽ പെടാത്ത ഒരു ഗ്രൂപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ ഇനിയും വരാൻ പോകുന്ന എതിർക്രിസ്തു ആയിരിക്കാം എന്നും വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. വരാൻ പോകുന്ന എതിർക്രിസ്തുവും അവൻ്റെ സഖ്യകക്ഷികളും ആയിരിക്കാം ഒരുപക്ഷെ ഗോഗോട് ചേർന്ന സൈന്യവും എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഇതുവരെയുള്ള ഈ വായനയിലൂടെയും പഠിത്തത്തിലൂടെയും മനസ്സിലാക്കുന്നൊരു വസ്തുത, ഒരുപക്ഷെ അന്തിക്രിസ്തുവിൻ്റെ അഥവാ എതിർക്രിസ്തുവിൻ്റെ സൈന്യവുമായിരിക്കാം. ഇപ്പോൾ ഗോഗ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലായിരിക്കാം അത് സംഭവിക്കാൻ പോകുന്നത്. ഇത് സംഭവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണയില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന, ഇസ്രായേൽ നല്ല ഒരു രാഷ്ട്രമായി മുൻപോട്ട് വരികയും എല്ലാ നിലകളിലും സമൃദ്ധിയിലൂടെ പോകുമ്പോഴാണ് ഇവരെ കവർച്ച ചെയ്യണം, ഇവരെ അറ്റാക്ക് ചെയ്യണം എന്ന് ഗോഗ് തീരുമാനിക്കുന്നു. ഗോഗിനോട് ചേർന്ന് മറ്റ് സഖ്യകക്ഷികളും ചേർന്ന് ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ യുദ്ധം, ഗോഗിൻ്റെ യുദ്ധം, ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പൊതുവെ അറിയപ്പെടും. ഒരുപക്ഷെ യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയുടെക്ക് ശേഷം 7 വർഷത്തെ മഹാപീഡന കാലഘട്ടമുണ്ട്. ആ മഹാപീഡന കാലഘട്ടത്തിൻ്റെ അവസാനമായിരിക്കാം ആ യുദ്ധം നടക്കുന്നതെന്ന് നമുക്ക് വായിച്ചു വരുന്ന വേദഭാഗത്തു നിന്നും മറ്റ് വേദഭാഗങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ആ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 38-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെ കുറിച്ചല്ലയോ? ഓക്കെ. ഇവിടെ യെഹെസ്കേൽ പ്രവചനത്തിലൂടെ യഹോവയായ ദൈവം ഈ ഗോഗിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചനമാണ്. ഇവിടെ ഒരു ചോദ്യമായിട്ടാണ്
ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ചോദ്യമല്ല, ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് വേണേൽ പറയാം. ഒരു ഉത്തരം കൊടുത്തേ ഒക്കത്തുള്ളൂ ആ നിലയിൽ ചോദിക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലിലൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. നിന്നെക്കുറിച്ചല്ലയോ ഞാൻ പണ്ട് കാലത്ത് എൻ്റെ ദാസന്മാർ മുഖാന്തരം നിന്നോട് സംസാരിച്ചത്? അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ ഒക്കത്തുള്ളൂ. എൻ്റെ ദാസന്മാർ മുഖാന്തരം പണ്ട് കാലഘട്ടം മുതൽ എൻ്റെ ജനത്തിനെതിരായി നീ വരുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിലെ യെശയ്യാ പ്രവചനത്തിലും ജോവേലിൻ്റെ പ്രവചനത്തിലും സഖരിയാവിൻ്റെ പുസ്തകത്തിലും മറ്റ് പല ഭാഗത്തും ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം നമ്മുടെ മുമ്പിൽ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ റെഫറൻസ് പറയാം. നിങ്ങൾക്ക് താല്പര്യം എഴുതിയെടുക്കുക, പിന്നീട് സമയം പോലെ വായിക്കുക. അതിൽ 1-2 വേദഭാഗം മാത്രം ഞാനത് വായിപ്പിക്കാം. ഒന്ന് യെശയ്യാ പ്രവചനം 29-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റ് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം, യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, അടുത്ത സഖരിയാ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, സഖരിയാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ റെഫറൻസ് ഒന്നുകൂടെ ആവർത്തിക്കാം. യെശയ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ, ഐശയ്യാ ചാപ്റ്റർ 29 വേഴ്സസ് 1 to 8, ജോവേൽ ചാപ്റ്റർ 2 വേഴ്സ് 20, ജോവേൽ ചാപ്റ്റർ 3 വേഴ്സസ് 9 to 21, സഖരിയാ ചാപ്റ്റർ 12 വേഴ്സ് 1, സഖരിയാ ചാപ്റ്റർ 14 വേഴ്സ് 2 and 3. അതിലെ ജോവേൽ പ്രവചനത്തിലെ 2-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യവുമായൊരു ദേശത്തേക്ക് നീക്കി അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും. അവൻ വമ്പ് കാട്ടിയിരിക്ക കൊണ്ട് അവന്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യും. ഓക്കെ, ആ ഭാഗത്ത് ഒന്നുകൂടെ വായിച്ച 20-ാമത്തെ വാക്യം. വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി. അവിടെ പറയുന്ന വടക്കു നിന്നുള്ള ശത്രുവിനെ, അപ്പൊ വടക്ക് അവിടെ രൂപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വരാൻ പോകുന്ന വടക്കു നിന്നും ഇസ്രായേലിനെതിരെ വരാൻ പോകുന്ന ഒരു ശത്രുവിനെ കുറിച്ചാണ്. അപ്പൊ അതായത് ഈ ഗോഗിനെ കുറിച്ചാണ്. നമ്മൾ ഈ യെഹെസ്കേൽ പ്രവചനവും 38-ാം അധ്യായം വായിച്ചു വരുമ്പോഴും അതിൻ്റെ 11-ാം വാക്യത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്, വടക്കു നിന്നെന്ന് പറഞ്ഞ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇനി പഠിക്കാൻ പോകുന്ന 39-ാമത്തെ വാക്യത്തിലും അവിടെ പറഞ്ഞ് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിക്കുമെന്ന് ഗോഗിനോട് പറയുന്നുണ്ട്. 38-ാം അധ്യായത്തിലും 39-ാം അധ്യായത്തിലും പറഞ്ഞു നിന്നെ വടക്കു നിന്ന് നിന്റെ ദേശത്ത്, നിന്റെ ദേശം വടക്കേ ദേശം, അവിടെ നിന്ന് നിന്നെ ഞാൻ പുറപ്പെടുവിക്കും എന്ന് യെഹെസ്കേലിൽ പറയുന്നു. ഇവിടെ യോവേൽ പ്രവചനത്തിൽ വരുമ്പോഴും പറയുന്നത് ഞാൻ വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി. അപ്പോൾ വടക്കു നിന്ന് ഒരു ശത്രു വരുമെന്ന് മുൻപ് കൂട്ടി യോവേൽ പ്രവചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി സഖരിയാ പ്രവചനം 14-ാം അധ്യായത്തിന് 2-3 വാക്യം ഒന്ന് വായിച്ചു. സഖരിയാ ചാപ്റ്റർ 14 വേഴ്സസ് 2 and 3. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരെ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട്
താൻ യുദ്ധ ദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതും. ഓക്കെ, ആ ഭാഗം അതിന് താഴോട്ടുള്ള ഭാഗവും വായിക്കുമ്പോൾ, അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിന് എതിരെയുള്ള കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും, ഒലിവുമല രണ്ടായി പിളർക്കും എന്നൊക്കെ ഭാഗം നമ്മൾ സെക്കരിയാവിന്റെ പുസ്തകത്തിൽ പഠിച്ചതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് വെച്ച് നോക്കുമ്പോൾ, ഇസ്രായേലിനെതിരെ വരാൻ പോകുന്ന ഗോഗിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പേര് പറഞ്ഞില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് വടക്കു നിന്ന് വരുമെന്നും ഇസ്രായേലിനെതിരെ സഖ്യകക്ഷികളെ കൂട്ടിച്ചേർത്ത് വരുമെന്നും ഒരു മഹായുദ്ധം നടക്കുമെന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം, അതായത് മേഘപ്രത്യക്ഷത്തിന് ശേഷം 7 വർഷത്തെ മഹാപീഡന കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ നടക്കാൻ പോകുന്നൊരു യുദ്ധമായിരിക്കാം എന്ന് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് 18 മുതൽ 20 വേദഭാഗം ഒന്ന് വായിക്കാം. 38 അധ്യായത്തിന് 18 മുതൽ 20 വേദഭാഗങ്ങൾ. ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ഉജ്ജ്വലിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്തൊരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എന്റെ തീക്ഷണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും നിലത്തെഴിയുന്ന ഇഴജാതിയൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. മലകൾ ഇടിഞ്ഞു പോകും, കടുംതൂക്കുകൾ വീണു പോകും, എല്ലാ മതിലും നിലം പരിചയാകും. ഓക്കെ, ഈ ഭാഗത്ത് ഗോഗിന്റെ യുദ്ധത്തോടനുബന്ധിച്ച് നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഗോഗിനെതിരെയുള്ള ദൈവിക ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഗോഗ് ഇസ്രായേൽ ദേശത്തിന് നേരെ വരുമ്പോൾ എൻ്റെ മുഖത്ത് പ്രകടമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് അവിടെ. എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ജ്വലിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ ഇസ്രായേലിനെ വളരെ എളുപ്പത്തിൽ ആക്രമിക്കാം എന്നാണ് ഗോഗും കൂട്ടും ചിന്തിച്ചു. ആ ചിന്ത അടിസ്ഥാനത്തിൽ ഇറങ്ങി തിരിച്ചതാണ് ആക്രമിക്കാൻ വേണ്ടി. അത് മനസ്സിലാക്കണമെങ്കിൽ 38 അധ്യായം 11 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും, കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി തീർന്നിട്ടുള്ള എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ വായിക്കുന്നു, മതിലില്ലാത്ത ഗ്രാമം പോലെ ഇരിക്കുന്ന. ആ പദപ്രയോഗം ശ്രദ്ധിക്കണം. ഒന്ന്, ഗ്രാമം എന്ന് പറയുമ്പോൾ അത് വളരെ ചെറുതാണ്, അതിന് വലിയ ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഇല്ല, വളരെ പ്രതിരോധിക്കത്തക്ക നില യാതൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അവന് വളരെ ഈസി ആയിട്ട് യെരൂശലേമിനെ ആക്രമിക്കാം എന്ന ചിന്താഗതിയിൽ ഇറങ്ങിത്തിരിച്ചതാണ്. കാരണം ഗ്രാമമല്ലേ, അതിന് ഡിഫൻസിൽ എടുത്തു പറയുന്നത് മതിലില്ലാത്ത ഗ്രാമം എന്നാണ് പറയുന്നത്. മതിലില്ലാത്തെന്ന് പറയുമ്പോൾ യാതൊരു പ്രതിരോധ ശക്തിയുമില്ലാത്ത, പ്രതിരോധ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു ഗ്രാമം പിടിച്ചെടുക്കുന്ന നിലയിൽ എനിക്ക് യെരൂശലേമിനെ പിടിച്ചെടുക്കാം എന്നൊരു ചിന്തയിലാണ് ഇവൻ ഇറങ്ങിത്തിരിച്ചത്. ഇവന് ചേർന്നുള്ള സഖ്യകക്ഷികളും അതുമായിട്ട് ഇറങ്ങിത്തിരിച്ചതാണ്. യഹോവയായ ദൈവം പറയുന്നു, മതിലില്ലെങ്കിലും ശരി, നിനക്കൊരു ഗ്രാമം പോലെ തോന്നിച്ചാലും ശരി, നീ അവിടെ കടുക്കുമ്പോൾ എൻ്റെ ക്രോധം ജ്വലിക്കും. അത് നിനക്ക് കാണത്തക്ക നിലയിൽ എൻ്റെ ക്രോധം ജ്വലിക്കുമെന്ന് യഹോവയായ ദൈവം സത്യം ചെയ്തു പറയുകയാണ്.
ഇസ്രായേലിനെ സംരക്ഷിക്കുകയും ഗോഗിനെതിരെ പോരാടുകയും ചെയ്യുന്ന യഹോവയായ ദൈവം, യഹോവയായ ദൈവത്തിൻ്റെ കയ്യിലെ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളല്ല. നമുക്ക് സ്ട്രാറ്റജിയും നമ്മുടെ യുദ്ധ ഉപകരണങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ യഹോവയായ ദൈവത്തിനുമുണ്ട് യുദ്ധത്തിന് ഉപയോഗിക്കാനുള്ള ഉപകരണം അവൻ്റെ കയ്യിലുണ്ട്. ഒരു രാജ്യത്തെ ആയുധത്തെ മറ്റൊരു രാജ്യത്തെ ആയുധം കൊണ്ട് അടക്കി കീഴടക്കാം. എന്നാൽ യഹോവയായ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആയുധത്തെ ആർക്കും കീഴടക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഇവന് സഖ്യകക്ഷികളെ എല്ലാം ചേർത്ത് ബലമുള്ളവനായി ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ കോപം ഇറങ്ങിയിട്ട് യഹോവയായ ദൈവം അവിടേക്കൊരു ഭൂകമ്പത്തെ അയക്കുകയാണ്. വലിയൊരു ഭൂകമ്പം അയക്കുകയാണ്. കർത്താവ് തന്നെ ജനത്തെ സംരക്ഷിക്കും. ഗോഗിനെ അവൻ ആക്രമിക്കും. ഗോഗിനൊപ്പം വരുന്ന വലിയ സൈന്യത്തെയും അവൻ നശിപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേൽ എന്ന സ്ഥലത്ത് യഹോവ ഒരു വലിയ ഭൂകമ്പം അയക്കും. ഇതിൻ്റെ ഫലങ്ങളായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പർവ്വതങ്ങളും പാറക്കെട്ടുകളും ഇടിഞ്ഞു വീഴും. വളരെ ശക്തിയുള്ള കെട്ടിടങ്ങളും അതിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന സകലവും നശിപ്പിക്കപ്പെടും. ഇനി വേറൊന്ന്, മൃഗങ്ങളും പക്ഷികളും മത്സ്യങ്ങളും ഇതെല്ലാം കണ്ടു വിറയ്ക്കും. ആ നിലയിലുള്ളതായ ഒരു മഹാഭൂകമ്പം അവിടെ നടക്കും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് ഈ ഭാഗവും നമ്മൾ കുറച്ചു മുമ്പ് വായിച്ച സക്കറിയാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ ഭാഗവും കൂടെ വായിച്ചു നോക്കുമ്പോൾ അവിടെയും ഒരു മഹാഭൂകമ്പം നടക്കുമെന്നാണ് പറയുന്നത്. യെരുശലേം രണ്ടായി വിഭജിക്കപ്പെടുന്ന ഒരു ഭൂകമ്പം, ഒരു പുതിയ താഴ്വര ഉളവായി അവിടെ വരുന്നൊരു അനുഭവം. അപ്പം അങ്ങനെയെങ്കിൽ അവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 14-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഞാൻ യഹോവ ഒരു യുദ്ധത്തിൽ പൊരുതുന്നത് പോലെ ഇറങ്ങി വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനെതിരെ ഗോഗും കൂട്ടരും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വരുമ്പോൾ യഹോവ തൻ്റെ വിശുദ്ധന്മാരുമായി തൻ്റെ ദൂതന്മാരുമായി അവിടേക്ക് ഇറങ്ങി വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഇസ്രായേൽ എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വായിക്കുന്നു. ഈ ഗോഗിനെതിരെ ഞാൻ വാളെടുക്കും. ഗോഗിനെ സപ്പോർട്ട് നൽകുന്ന സൈന്യങ്ങളിൽ വളരെ ഭീതി ഉളവാകത്തക്ക നിലയിൽ ദൈവം തൻ്റെ പ്രവൃത്തി അവിടേക്ക് അയക്കുകയാണ്. ഇനി അതിൻ്റെ 21 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ച്, 23 മുതൽ 23-ാമത്തെ വാക്യം വരെ. ഞാൻ എന്റെ സകല പർവ്വതങ്ങളോടും അവന്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓരോരുത്തന്റെ വാൾ അവനവന്റെ സഹോദരന് വിരോധമായിരിക്കും. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോട് കൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണെ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവ എന്ന് അവർ അറിയുകയും ചെയ്യും. ഓക്കെ, ഇവിടെ യഹോവയായ ദൈവം ഒന്ന് ഭൂകമ്പം അയക്കുന്നു. 2, അവിടെ എടുത്തു പറയുന്ന മറ്റൊരു വസ്തുത, അവൻ്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും. ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോട് അവൻ്റെ നേരെ വാളെടുക്കാൻ കൽപ്പിക്കും. ഇത് യഹോവയുടെ അരുളപ്പാട്.
അങ്ങനെ വാളെടുക്കുമ്പോൾ ഓരോരുത്തരും വാള് അവനവന്റെ സഹോദരന് വിരോധമായി തിരെന്ന് പറഞ്ഞാൽ ഈ വാള് പിടിച്ചു വന്നിരിക്കുന്നത് ഗോഗിന്റെ കൂട്ടരുമാണ്. അപ്പോൾ ഇവര് തമ്മിലങ്ങായി യുദ്ധം ചെയ്യുകയാണ്, സഹോദരൻ സഹോദരനെ വെട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ പരസ്പരം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി അവരവിടം കൊണ്ട് അവസാനിപ്പിക്കുന്ന നിലയിലേക്കാണ് ഈ യുദ്ധം ഇപ്പോൾ പോകുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സഖ്യകക്ഷികളെല്ലാം ചേർന്ന് ഇറങ്ങി വരുമ്പോൾ, യഹോവയായ ദൈവത്തിൻ്റെ കോപം അവിടേക്ക് ജ്വലിക്കുമ്പോൾ, ഒന്ന് ഭൂകമ്പം അവിടേക്ക് ഉണ്ടാകുന്നു, രണ്ട് വാളെടുക്കാൻ കൽപ്പിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്ത് കൊല്ലുന്നു. സഹോദരന്മാർ പരസ്പരം വെട്ടിച്ചാകുകയാണ്. നോക്കണം ദൈവത്തിൻ്റെ പദ്ധതി. ഇസ്രായേൽ ജനം ആരെയും വെട്ടാൻ പോകണ്ട, അവർ മതിലില്ലാത്ത ഗ്രാമം പോലെ ഇരുന്നാലും അവർക്ക് മീതെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരമുള്ളത് കൊണ്ട് ആരെവിടെ ഇറങ്ങിയാലും പ്രവർത്തിക്കുന്ന യഹോവയാണ്. യഹോവ ഒരിക്കൽ ഞാൻ യുദ്ധം ചെയ്യും, യുദ്ധം എനിക്കുള്ളത്. ഓരോരുത്തരും വാളെടുത്ത് അവനവന്റെ സഹോദരനെ വെട്ടുന്നു, പരസ്പരം കൊല്ലുകയാണ്. അവർ പരസ്പരം ഒരു വക്രതയിലേക്കും കൊലപാതകത്തിലേക്കും അവർ നീങ്ങി പരസ്പരം കൊന്ന് വെട്ടിക്കൊല്ലുന്ന അനുഭവങ്ങളിലേക്ക് നീങ്ങുന്നു. യഹോവ അവരുടെ മേൽ വിചിത്രമാകുന്ന ഒരു കാലാവസ്ഥ അയക്കുകയാണ്. അടുത്ത ദൈവത്തിന്റെ ന്യായവിധി. ഒരു വലിയ വിരോധമായി ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടവനെ ന്യായം വിധിക്കും. മഴ, പെരും മഴ കൊണ്ട് അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാകുമ്പോൾ രക്തമൊഴുകുന്നു. അതിനോട് കൂടെ ചേർന്ന് അവൻ്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോടുകൂടെ പകര സ്ഥല ജാതികളുടെ മേലും ഒന്ന് പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും അവൻ ചെയ്യുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവത്വം തന്നെ തന്റെ ക്രോധം ജ്വലിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർ ഇസ്രായേൽ യുദ്ധം ചെയ്യുവാൻ അടുക്കുമ്പോൾ ഭൂകമ്പം അയക്കുന്നു. ദൈവം വലിയ കൊടുങ്കാറ്റിനെ അയക്കുന്നു, വലിയ മഴയെ അയക്കുന്നു. ദൈവം തീയും ഗന്ധകവും അവിടേക്ക് അയക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വലിയ ബാധകൾ കൊണ്ട് നിറഞ്ഞിട്ട് പരസ്പരം വെട്ടിക്കൊല്ലുന്ന അനുഭവത്തിലേക്ക് നീങ്ങുകയാണ്. നോക്കണം, അക്ഷരാർത്ഥത്തിൽ നോക്കുമ്പോൾ ഇസ്രായേലിന് ഡിഫൻസ് ഇല്ല, ഇസ്രായേലിന് മതിലുകളില്ല, ഇസ്രായേലിനെ യുദ്ധത്തിന് പ്രതിരോധിക്കാൻ ഒന്നുമില്ലെങ്കിലും അവർ പരസ്പരം വെട്ടിച്ചാകുന്ന അനുഭവത്തിലേക്ക് നീങ്ങുന്നതായി കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്തു നിന്നും ദൈവം ഇസ്രായേലിന്റെ നാമമല്ല മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്ന നിലയിൽ യഹോവയായ ദൈവം ആരാണെന്ന ജാതികൾ അറിയത്തക്ക നിലയിൽ, ദൈവം വലിയവനും പരിശുദ്ധനുമാണെന്ന് മനസ്സിലാകത്തക്ക നിലയിൽ ഉണ്ടാകുന്ന വലിയ ഒരു യുദ്ധമാണ് ഈ 38-ാം അധ്യായത്തിൽ അവസാന ഭാഗം പറഞ്ഞു നിർത്തുന്നത്. ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വലിയ ഭൂകമ്പത്തിലൂടെയും മഹാവ്യാധിയിലൂടെയും ഒക്കെ ദൈവം കാണിക്കുന്ന കാര്യം 2-3 കാര്യം. ഒന്ന്, ദൈവം ആരാണെന്ന് ദൈവം തന്നെ തെളിയിക്കുന്നു. 2, ഇസ്രായേലിനെ വെറും ഒരു ഗ്രാമമായി, മതിലില്ലാത്ത ഗ്രാമമായി അവന് തോന്നിയാലും ആ ഇസ്രായേൽ ദേശത്തിന് ചുറ്റും കാവൽ നിൽക്കുന്ന യഹോവയായ ദൈവം, ഞാൻ എൻ്റെ ജനത്തിന് ചുറ്റും കാവലായിരിക്കും, മതിലില്ലാത്ത പട്ടണം പോലെ ഇരുന്നാലും ഞാൻ എൻ്റെ ജനത്തിന് ചുറ്റും തീമതിലായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ തൻ്റെ ജനത്തിൻ്റെ ദേശത്തിന് ചുറ്റും യഹോവയായ ദൈവം കാവലായിരുന്നു. അതിൻ്റെ അകത്തേക്ക് ഗോഗിന് കടക്കുവാൻ കഴിയാത്ത നിലയിലുള്ളതായ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതിലൊക്കെ
ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ 38-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോഴും പറഞ്ഞു നിർത്തുന്നൊരു കാര്യമുണ്ട്. ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും, ഞാൻ യഹോവ എന്ന് അവർ അറിയുകയും ചെയ്യും. ലോകത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളുടെയും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിലൂടെയൊക്കെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടാറുണ്ട്. നമ്മുടെ ഏത് സന്ദർഭങ്ങളുടെയും ഏത് കാലഘട്ടങ്ങളുടെയും ദൈവം നമ്മെ നടത്തുന്ന ഏത് വഴികളുടെയും പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവമേ നിന്റെ നാമം ഇതിലൂടെ മഹത്വപ്പെടണം. നമ്മുടെ നാമം മഹത്വപ്പെടുവാനല്ല പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത്. ദൈവമേ നിന്റെ നാമം മഹത്വപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നാം മഹത്വപ്പെടുമാറ് ദൈവം തൻ്റെ പ്രവൃത്തി അവിടെ ചെയ്തെടുക്കും. നമ്മുടെ ജീവിതത്തിലും ദൈവം അത് ചെയ്തെടുക്കും. ഇല്ല, ഇതെൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ ജ്ഞാനം, ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നാൽ ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തില്ല, നാം പരാജയപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം വരുമാറ് നാം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. നമുക്ക് 39-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 39-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. നിന്റെ ഇടം കയ്യിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തെറിപ്പിച്ച് വലം കയ്യിൽ നിന്ന് നിന്റെ അമ്പ് വീഴിക്കും. ഓക്കെ, ഈ 1 മുതൽ 3 ഭാഗങ്ങളിൽ ആദ്യത്തെ ചില ഭാഗങ്ങൾ 1-2 വാക്യങ്ങൾ 38-ാം അധ്യായത്തിലെ പറഞ്ഞിരിക്കുന്ന അതേ ഭാഗങ്ങൾ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഗോഗിനെതിരെയുള്ള പ്രവചനമാണ് ഈ 39-ാം അധ്യായത്തിലും കൊടുത്തിരിക്കുന്നത്. എബ്രായ സാഹിത്യ വിവരണങ്ങളിൽ കാണുന്ന ഒരു വിശേഷതയാണ്, ഒരു കാര്യത്തെക്കുറിച്ച് വിവരിച്ച ശേഷം അത് പിന്നീട് വീണ്ടും ആവർത്തിക്കുകയും ആ ആവർത്തിക്കുമ്പോൾ ആദ്യം പറഞ്ഞ വിഷയം തന്നെ പറഞ്ഞാലും അല്പം കൂടെ അധികം വിശദാംശങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളത് എബ്രായ സാഹിത്യങ്ങളിൽ സാധാരണമായി കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. ഒരു കാര്യം ഒരു ഭാഗത്ത് പറഞ്ഞിട്ട് അത് വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് അല്പം കൂടെ കുറെ കൂടെ കാര്യങ്ങൾ വിശദമായി പറയും. അങ്ങനെയുള്ളതായ ഒരു പ്രത്യേകത എബ്രായ സാഹിത്യങ്ങളിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 39-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8-ാമത്തെ വാക്യം വരെ യെഹെസ്കേൽ 38-ാം അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പറയുന്ന റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്കെതിരാണ്. 38-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഗോഗ് ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത്, ഒരു ഭരണാധികാരിയായി അഥവാ ഒരു രാജകുമാരനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. റോഷെന്നും മേശക്കെന്നും തൂബൽ എന്നീ ദേശങ്ങളുടെ പ്രഭു എന്നാണ് പറയപ്പെടുന്നത്.
ഇവിടെ ഈ പറയപ്പെടുന്ന റോഷ്, മേശക്, തൂബൽ, അതിൻ്റെ ചില ശബ്ദ ഉച്ചാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ഇന്ന രാജ്യമായിരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ദേശങ്ങളിലെ ഒരു രാജകുമാരനെ കുറിച്ച് പറയുന്നുണ്ട്. ഗോഗ് ഭരിക്കുന്ന ഒരു സ്ഥലം റോഷ്, മേശക്, തൂബൽ. ഗോഗിന്റെ അധികാര പരിധിയിലുള്ള ഈ സ്ഥലങ്ങളാണ്, 3 സ്ഥലങ്ങളാണ്. ഇവിടെ പറയുന്നത് വടക്കേ അറ്റത്തു നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നു. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, വടക്കേ അറ്റം. 38-ാം അധ്യായത്തിന് ഈ പദപ്രയോഗമുണ്ട്. നിന്റെ ദേശത്ത് വടക്കു നിന്ന് ഞാൻ നിന്നെ കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ അവർ സഖ്യകക്ഷികളാകുന്ന മറ്റ് രാഷ്ട്രങ്ങളുമായി വരുന്ന ഗോഗ് വടക്ക് നിന്ന് ഇസ്രായേൽ ദേശത്തെ ആക്രമിക്കാൻ വരും എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അവനിത് ചെയ്യുന്നത് സ്വന്തം ദുഷ്ട പദ്ധതികളിൽ നിന്നല്ല, മറിച്ച് ആത്യന്തികമായി ദൈവം അവനെ ആ ലെവലിലേക്ക് തിരിച്ചു വിടുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 39-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ വാക്യം, ഞാൻ നിന്നെ വഴിതെറ്റിച്ചു. അപ്പോൾ ഇവനെ ആക്രമിക്കണമെന്ന് ഇവന് ആഗ്രഹമുണ്ട്. ഇവരെ കൂടെ ചേർന്നിരിക്കുന്ന സഖ്യകക്ഷികളുണ്ട്, അവർക്കും ആഗ്രഹമുണ്ട് ഈ ഇസ്രായേലിനെ ആക്രമിക്കണമെന്ന്. ഇങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് ചേർന്ന് ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയപ്പോൾ ദൈവം അതിൻ്റെ അകത്തേക്ക് ഇന്റർഫിയർ ചെയ്തിട്ട്, ഇന്ന് ഇടപെട്ടിട്ട് ദൈവം അവരെ മറ്റൊരു നിലയിലേക്ക് തിരിച്ചു വിടുകയാണ്. ഇസ്രായേലിനെതിരെ കൊണ്ടുവരുന്ന ഉറപ്പിച്ചു പറയുകയാണ്. 38-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ വഴിതെറ്റിച്ച്. 4-ാമത്തെ വാക്യം, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ ആക്രമിക്കാൻ വേണ്ടി പ്ലാനൊക്കെ ചെയ്തിരുന്നു. ദൈവം അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ട് അവനെ മറ്റൊരു നിലയ്ക്ക് തിരിച്ചു കൊണ്ടുവന്ന് ദൈവിക പദ്ധതിയിലൂടെ അവനെ കൊണ്ടുപോയി യുദ്ധം ചെയ്യിക്കുന്നത് കാണുന്നുണ്ട്. ആ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, ആ ഭാഗം കൂടെ വായിച്ച് നമുക്ക് പറഞ്ഞു നിർത്താം ഈ രാത്രി. നിന്റെ ഇടം കൈയിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തെറിപ്പിച്ച് വലം കൈയിൽ നിന്ന് നിന്റെ അമ്പ് വീഴിക്കും. ഓക്കെ. 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ച് അവസാനിപ്പിക്കുന്നതിന് വഴിതെറ്റി നിന്നിൽ 6-ൽ-1 ശേഷിപ്പിച്ചു. 6-ൽ-1. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട് ആ ഭാഗം, ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടില്ല. 6-ൽ-1 ശേഷിപ്പിച്ചു. അതിനെക്കുറിച്ച് വേദപണ്ഡിതർ പലരും പല അഭിപ്രായങ്ങളെ പറയും. അത് 38-ാം അധ്യായത്തിന് 22-ാം വാക്യങ്ങളിൽ പറയുന്ന 6 ബാധകളുണ്ട്. ആ ബാധകളെ കുറിച്ചായിരിക്കാം ഈ 6-ൽ-1 എന്ന് പറയുന്നത് എന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു അഭിപ്രായം 38-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ നിന്റെ 38-ന്റെ 4-ാമത്തെ വാക്യം വായിച്ചു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിര സേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും
പലകയും എടുത്ത് ഒരു മഹാസമൂഹത്തെയും അവരോട് കൂടെ ഒട്ടഴിയാതെ പരിചയും തലക്കോരിയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോഗർമ ഗൃഹവും അതിന്റെ എല്ലാ പടകൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോട് കൂടെ പുറപ്പെടുമാറാക്കും. ഓക്കെ, ഞാൻ അതിനകത്തുനിന്ന് ഒരു പദപ്രയോഗം എടുക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത് വായിക്കുന്നു, നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയല് ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. അപ്പൊ അവിടെ വായിക്കുന്നു, നിന്നെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ആ ചൂണ്ടൽ കൊളുത്തി എന്ന് പറയുന്നത് 38-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് 22 വരെ വാക്യങ്ങളിൽ പറയുന്ന 6 ബാധകളാണ് ആ താടിയല്ലിൽ വെച്ച് കൊളുത്തിയ കൊളുത്തെന്ന് പറയുന്നത്. ആ കൊളുത്തിന് 6 കൊളുത്തുകളുണ്ട് എന്നും ആ 6 കൊളുത്തുകൾ 6 ബാധകളാണെന്നും ആ ബാധകളിലൂടെയാണ് അവനെ തിരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് അവനെ കൊണ്ടുവന്നതെന്നും വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ഈ 6-ൽ 1 എന്ന് പറയുമ്പോൾ അവിടെ മേലുണ്ടായ ബാധകളായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഞാൻ ആ ഭാഗം വിടുന്നു. നിന്റെ ഇടത് കൈയിലെ വില്ല് ഞാൻ തട്ടിയെടുക്കും. യെഹെസ്കേലിലൂടെ യുദ്ധത്തെക്കുറിച്ച് തനിക്ക് ലഭിച്ച വെളിപ്പാടുകൾ വിവരിച്ച് പറയുന്നുണ്ട്. ഒരു നൈപുണ്യമുള്ള ഒരു വില്ലാളി എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് അഭ്യസിച്ച ഒരു വില്ലാളി യുദ്ധത്തിൽ സമർത്ഥനായിരുന്നു. പക്ഷെ വില്ല് കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. ആ പദപ്രയോഗം ഭയങ്കരമാണ്. നീ വില്ലും പിടിച്ച് അമ്പും പിടിച്ച് ആ 38-ാമത്തെ ഇപ്പൊ വായിച്ചല്ലോ, കുതിരകളും കുതിരച്ചേവകരും അവനോടുകൂടെ 7 രാജ്യങ്ങളൊക്കെ ചേർന്നിങ്ങോട്ട് വരികയാണ്. പക്ഷെ യഹോവ ദൈവം പറഞ്ഞ പദപ്രയോഗം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. നിന്റെ ഇടം കൈയിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തെറിപ്പിച്ച് വലം കൈയിൽ നിന്ന് നിന്റെ അമ്പ് വീഴിക്കും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ട്രെയിനിങ് ലഭിച്ച, നന്നായി അഭ്യസിച്ച ഒരു വലിയ സൈന്യം ഇങ്ങോട്ട് വരികയാണ്. യഹോവയായ ദൈവം എന്ത് ചെയ്യുന്നു? ആ ഇടം കൈയിലിരിക്കുന്ന ആ യുദ്ധത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന ആ വില്ലിൻ്റെ മേൽ ആ കൈയെ അവൻ അടിച്ചു വീഴ്ത്തുകയാണ്. ആ അമ്പ് തട്ടിത്തെറിപ്പിക്കുകയാണ്. ആ വില്ല് തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്തുണ്ടായാലെന്താ? വില്ല് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ദൈവം വില്ലിനെ തട്ടിത്തെറിപ്പിച്ചിട്ട് അമ്പുകളെ ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്ത നിലയിലേക്ക് ദൈവം നീക്കും. നിന്റെ ഇടം കൈയിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തെറിപ്പിച്ച് അമ്പിൻ വലം കൈയിൽ നിന്ന് നിന്റെ അമ്പ് വീഴിക്കും. ഇത് രണ്ടും വെച്ച് ഇസ്രായേലത്തോട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ഇത്ര മിടുക്കന്മാരായിരിക്കുന്നവരുടെ കൈക്ക് തമ്പുരാൻ തട്ടുകൊടുത്തിട്ട് എന്നേക്കുമായി അവൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം തെറിച്ചു പോകുന്നു, മറ്റേ ആയുധങ്ങൾ നിലത്ത് വീഴുന്നു. എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് യുദ്ധം ചെയ്യുവാൻ കഴിവില്ലാത്ത നിലയിലേക്ക് തമ്പുരാനെ മാറ്റി. നോക്കണം ദൈവത്തിൻ്റെ പദ്ധതി. ഗോഗും സൈന്യവും വില്ലും അമ്പും ഒക്കെ എടുത്തു വന്നതാണ് ദൈവത്തിൻ്റെ ഒറ്റ അടിയിലുള്ള സ്ട്രൈക്കിലൂടെ. അമ്പില്ലാത്ത, വില്ലില്ലാത്ത ഒരു പടയാളി ഗ്രൂപ്പായി മാറ്റപ്പെട്ടു. ഇസ്രായേലിനെതിരായ
ഗോഗിന്റെ സൈനിക നീക്കം ഈ നിലയിൽ പരാജയപ്പെട്ടു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഇതിനകത്തു നിന്നുള്ളൊരു ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ജനം 32-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറഞ്ഞു, എൻ്റെ ജനം, എൻ്റെ ജനം, എൻ്റെ ദേശം എന്ന് പറയുന്നുണ്ട്. ആ എൻ്റെ എന്ന് പറയുന്ന ജനം ദൈവത്തിൻ്റെതാകിയാൽ പലതും നമ്മെ ആക്രമിക്കണമെന്ന പ്ലാൻ ചെയ്തു വെക്കുമ്പോൾ നമുക്കത് അറിയത്തില്ല. നമ്മൾ മതിലില്ലാത്ത ഗ്രാമം പോലെ അവന് തോന്നിയേക്കാം. ഇപ്പോൾ അവനെ പിടിക്കാം, കൊന്നുകളയാം, നശിപ്പിക്കാം, തകർത്ത് കളയാമെന്നൊക്കെ ചിന്തിച്ചിരിക്കാം. ദൈവം അവനെ താടിയിൽ കൊളുത്തിട്ട് പിടിച്ചിട്ട് ദൈവം ഒരാഗ്രഹിക്കുന്ന നിലയിലേക്ക് അവനെ കൊണ്ടുവരുന്നു. യുദ്ധത്തിൻ്റെ സന്നാഹങ്ങൾ, കാഹളങ്ങൾ പലയിടത്തും മീട്ടുന്നു. യുദ്ധങ്ങളുടെ എല്ലാ ക്രമീകരണങ്ങളും നടത്തുമ്പോൾ അവൻ യുദ്ധത്തിന് അമ്പെടുക്കുവാൻ കഴിയാത്ത നിലയിൽ, വില്ലെടുക്കുവാൻ കഴിയാത്ത നിലയിൽ തമ്പുരാൻ ഇടം കൈക്ക് അടിക്കുന്നു, വലം കൈയിലിരിക്കുന്ന അമ്പുകൾ തെറിച്ചു വീഴുന്നു. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ദൈവജനത്തിനെതിരെ, ദൈവ മക്കൾക്കെതിരെ, ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുന്ന ജനത്തിനെതിരെ നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ആരെല്ലാം എന്തെല്ലാം യുദ്ധത്തിന് വേണ്ടി പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കിയാലും സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ ആർക്കും നമ്മെ തൊടുവാൻ കഴിയയില്ലെന്ന് ഈ രാത്രി ഒരിക്കൽ കൂടി ഈ വചനത്തിന് അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്നു. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. നിനക്കെതിരെ ഉണ്ടാകുന്ന ഒരായുധവും ഫലിക്കയില്ല. ഇന്ന് രാത്രി ദൈവജനം മുറുകെ പിടിക്കുക, വിശ്വസിക്കുക. എൻ്റെ ദൈവം എനിക്ക് ചുറ്റും പരിചയമായി നിൽക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് ചുറ്റും കാവലാകിയാൽ എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും എനിക്ക് ഫലിക്കയില്ല. കാരണം യഹോവയായ ദൈവം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മൾ കാണുന്നില്ലെങ്കിലും ആമീൻ, ഒരു മണ്ഡലത്തിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ നടുവിൽ ആമീൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തൊരു ദൈവമുണ്ട്. അവൻ തെറിപ്പിക്കേണ്ടതിന് തക്ക സമയത്ത് തെറിപ്പിച്ചിട്ട് എത്ര ഇളകി കൂട്ടത്തോട് വന്നാലും തക്ക സമയത്ത് വില്ല് കുലയ്ക്കാൻ കഴിയാത്ത നിലയിൽ, അമ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലേക്ക് തമ്പുരാൻ ഇടപെടുന്നു. വേദപുസ്തകത്തിന്റെ പല ഭാഗത്തും കാണാൻ കഴിയുന്നു. ദൈവത്തിന് തക്ക സമയത്ത് ഇടപെടലുകൾ പല ഭാഗത്തും കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചിട്ടില്ലാതെ ആർക്കും തൊടുവാൻ കഴിയത്തില്ല. വരുന്ന ആയുധങ്ങളെ തമ്പുരാൻ തച്ചുടയ്ക്കും. ഒന്നും നിനക്ക് ആയുധം ഫലിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.